എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചുറ്റുമുള്ള ലോകം, അതിലെ ഓരോ കാര്യങ്ങളും വിവരിക്കാൻ ഒരു രഹസ്യ കോഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് നമ്മൾ ഒരുമിച്ച് ആ കോഡ് കണ്ടെത്താൻ പോകുകയാണ്. അതെ, 4ാം ക്ലാസ്സിലെ ജ്യാമിതിയുടെ, അതായത് ജോമെട്രിയുടെ ആവേശകരമായ ലോകത്തേക്ക് നമുക്കൊരുമിച്ചൊരു യാത്ര പോകാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഒരു ചുമരിലെ ഇഷ്ടികകൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഒന്നിനു മുകളിൽ ഒന്നായിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു സൈക്കിളിന്റെ ചക്രം എങ്ങനെയാണ് ഒരു കുലുക്കവുമില്ലാതെ ഇങ്ങനെ ഉരുണ്ടുപോകുന്നത്? ഇതിനെല്ലാം പിന്നിൽ കണക്കിന്റെ ഒരു മാന്ത്രിക ലോകമൊളിഞ്ഞിരിപ്പുണ്ട്. ആ രഹസ്യകോഡ് എന്താണെന്നല്ലേ? അതാണ് ജോമെട്രി. മലയാളത്തിൽ നമ്മൾ ജ്യാമിതി എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ രൂപങ്ങളെയും അവയുടെ അളവുകളെയും പറ്റി പഠിക്കുന്ന ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് പോലെയാണിത്. ഈ ഭാഷ പഠിച്ചാൽ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നന്നായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഈ പുതിയ ഭാഷ പഠിച്ചു തുടങ്ങാൻ റെഡിയല്ലേ? ഏതൊരു ഭാഷയും പോലെ നമുക്കും ഇതിന്റെ അക്ഷരമാലയിൽ നിന്ന് തന്നെ തുടങ്ങാം. ജ്യാമിതിയുടെ അക്ഷരമാല എന്ന് പറയുന്നത് വരകളും കോണുകളുമൊക്കെയാണ്. അതായത് ലൈൻസ്, ആംഗിൾസ്, പിന്നെ കോർണേഴ്സ്. നമുക്ക് ആദ്യം ലൈൻ സെഗ്മെന്റ് എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് വരയ്ക്കുന്ന ഒരു നേരായ വര. അതിനൊരു തുടക്കവുമുണ്ടാകും, ഒരു ഒടുക്കവുമുണ്ടാകും. ഈ തുടക്കത്തിനെയും ഒടുക്കത്തിനെയും നമ്മൾ എൻഡ് പോയിന്റ്സ് എന്ന് പറയും. നിങ്ങൾ പെൻസിൽ വെച്ച് ഒരു വര വരച്ചാൽ അതൊരു ലൈൻ സെഗ്മെന്റാണ്. ഇനി ഇതുപോലത്തെ 2 ലൈൻ സെഗ്മെന്റ്സ് ഒരു പോയിന്റിൽ വെച്ച് കൂട്ടിമുട്ടിയാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അവിടെ ആംഗിൾസ് അഥവാ കോണുകളുണ്ടാകും. കൂടിച്ചേരുന്ന ആ വരകളെ നമ്മൾ ആംസ് എന്ന് തമാശയ്ക്ക് വിളിക്കും. പിന്നെ അവ കൂട്ടിമുട്ടുന്ന ആ പോയിന്റിലെ അതിനെ വേർട്ടെക്സ് എന്നും പറയും. പക്ഷേ എല്ലാ കോണുകളും ഒരുപോലെയല്ല കേട്ടോ. പ്രധാനമായും 3 തരമുണ്ട്. ഒന്നാമത്തത് റൈറ്റ് ആംഗിൾ. ഒരു പുസ്തകത്തിന്റെയോ ബോക്സിന്റെയോ മൂല കണ്ടിട്ടില്ലേ? ഒരു പെർഫെക്റ്റ് എൽ ഷേപ്പ്. അതാണ് റൈറ്റ് ആംഗിൾ. ഇനി അതിനേക്കാൾ ചെറുതാണെങ്കിലോ? അതിനെ നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയും. ഓർക്കാൻ എളുപ്പത്തിന് എക്യൂട്ട് ലിറ്റിൽ ആംഗിൾ എന്നോർത്താൽ മതി. റൈറ്റ് ആംഗിളിനേക്കാൾ വലുതും വീതിയുള്ളതുമായ കോണുകളെ ഒബ്ജ്യൂസ് ആംഗിൾ എന്നും പറയും. ഒരു ഫാൻ തുറന്നു വെച്ചതുപോലെയിരിക്കും അത് കാണാൻ. അപ്പോൾ നമ്മൾ ജ്യാമിതിയുടെ അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാൻ പഠിച്ചാലോ? അതായത് ഈ വരകളും കോണുകളുമൊക്കെ ചേർത്ത് വെച്ച് എങ്ങനെ 2D രൂപങ്ങൾ അഥവാ ദ്വിമാന രൂപങ്ങൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിലൊന്നാണ് പോളിഗോൺ. നേർരേഖകൾ, അതായത് സ്ട്രീറ്റ് ലൈൻസ് കൊണ്ട് മാത്രമുണ്ടാക്കിയ ഒരടഞ്ഞ രൂപമാണിത്. എവിടെ തുടങ്ങുന്നുവോ അവിടെ തന്നെ അവസാനിക്കണം. ഇടയ്ക്ക് വളവുകളൊന്നും പാടില്ല. ഉദാഹരണത്തിന് ത്രികോണം. അതൊരു പൊളിഗണാണ്. ഇനി 4 വശങ്ങളുള്ള ഒരു പോളിഗണാണെങ്കിലോ? അതിനൊരു പ്രത്യേക പേരുണ്ട്, ക്വാഡ്രിലാറ്ററൽ. ചതുരവും ദീർഘചതുരവുമൊക്കെ ഈ കൂട്ടത്തിൽപ്പെടും. നിങ്ങൾ ചുറ്റുമൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ മുറിയിലെ ജനലോ വാതിലോ ഒക്കെ മിക്കവാറും ക്വാഡ്രിലാറ്ററൽ ആകൃതിയിലായിരിക്കും. പക്ഷേ നേർരേഖകൾ ഒന്നുമില്ലാത്തൊരു രൂപമുണ്ടല്ലോ. ഏതാണത്? അതെ, വൃത്തം അഥവാ സർക്കിൾ. ഇതിന് നേർരേഖകളില്ലാത്തതുകൊണ്ട് ഇതൊരു പോളിഗണല്ല. പക്ഷേ ജ്യാമിതിയിലൊരു സൂപ്പർ സ്റ്റാറാണ് ഈ കക്ഷി. ഏതൊരു വൃത്തത്തിനും കൃത്യം നടുവിൽ ഒരു പോയിന്റ് ഉണ്ടാകും. അതാണ് അതിന്റെ സെന്റർ. ഈ കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിന്റെ അരികിലേക്ക്, അതായത് എഡ്ജിലേക്ക് ഒരു വര വരച്ചാൽ അതിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ഇതിന് ആരം എന്ന് പറയും. ഇനി വൃത്തത്തിന്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് അതിന്റെ സെന്ററിലൂടെ തന്നെ ഒരു നേർരേഖ വരച്ചാലോ? ആ വരയ്ക്ക് പറയുന്ന പേരാണ് ഡയാമീറ്റർ അഥവാ വ്യാസം. ഈ വര ഒരു വൃത്തത്തെ കൃത്യം 2 പകുതികളായിട്ട് മുറിക്കും. അപ്പം ഇവിടെ ഒരു സൂപ്പർ ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. ഡയമീറ്റർ എപ്പോഴും റേഡിയസിന്റെ നേരെ ഇരട്ടിയായിരിക്കും. അതായത് 2 റേഡിയസ് ചേർന്നാലാണ് ഒരു ഡയമീറ്റർ ആവുന്നത്. ഈ ഫോർമുല എപ്പോഴും ഓർത്തുവെക്കണം. ശരി, നമ്മളിപ്പോൾ അക്ഷരങ്ങളും വാക്കുകളും പഠിച്ചു. ഇനി വാക്യങ്ങളുണ്ടാക്കാൻ സമയമായി. അതായത് പരന്ന 2D രൂപങ്ങളിൽ നിന്ന് നമുക്ക് 3D വസ്തുക്കളിലേക്ക് പോകാം. നമുക്ക് കയ്യിലെടുക്കാനും തൊടാനും പറ്റുന്ന യഥാർത്ഥ വസ്തുക്കൾ. ഉദാഹരണത്തിന് ഒരു ഇഷ്ടികയെപ്പറ്റി ആലോചിച്ചു നോക്കൂ. അതിന്റെ ആകൃതിക്ക് നമ്മൾ ജ്യാമിതിയിൽ പറയുന്ന പേരാണ് ക്യൂബോയിഡ്. നമ്മുടെ പുസ്തകങ്ങൾ, തീപ്പെട്ടിക്കൂട്, എന്തിന് നമ്മുടെ മൊബൈൽ ഫോൺ വരെ ഒരു തരത്തിൽ ക്യൂബോയിഡ് ആകൃതിയിലാണ്. അപ്പോൾ ഒരു ക്യൂബോയിഡിന് എന്തൊക്കെയാണുള്ളത്? അതിന് 6 പരന്ന പ്രതലങ്ങളുണ്ട്. ഇവയെ നമ്മൾ ഫേസസ് എന്ന് പറയും. ഈ പ്രതലങ്ങൾ കൂടിച്ചേരുന്ന 12 വരകളുണ്ട്. അവയാണ് എഡ്ജസ്. പിന്നെ കൂർത്ത 8 മൂലകളുണ്ട്. അവയെ വേർട്ടിസസ് എന്നും വിളിക്കും. അപ്പോൾ ഫേസസ്, എഡ്ജസ്, വെർട്ടിസസ്. ഇനി നമ്മൾ ജ്യാമിതിയിലെ വളരെ മനോഹരമായൊരു ആശയത്തിലേക്കാണ് പോകുന്നത്. ഒരു കവിത പോലെ സുന്ദരമായൊരാശയം. അതാണ് സിമിട്രി. ഒരു നിമിഷമൊന്ന് ആലോചിക്കാമോ? ഒരു ചിത്രശലഭവും ഇംഗ്ലീഷിലെ എ എന്ന അക്ഷരവും തമ്മിൽ എന്താണൊരു പൊതുവായ കാര്യമുള്ളത്? രണ്ടും കാഴ്ചയിൽ വളരെ വ്യത്യസ്തമാണ് അല്ലേ?
പക്ഷെ അവർക്ക് പൊതുവായൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഉത്തരമാണ് സിമെട്രി. ഒരു വസ്തുവിനെ കൃത്യം നടുവിലൂടെ രണ്ടായി ഭാഗിച്ചാൽ അതിന്റെ ഒരു ഭാഗം മറ്റേ ഭാഗത്തിന്റെ ഒരു കണ്ണാടിയിലെന്ന പോലെയുള്ള പ്രതിബിംബമാണെങ്കിൽ നമുക്ക് പറയാം ആ വസ്തുവിന് സിമെട്രി ഉണ്ടെന്ന്. ചിത്രശലഭത്തിന്റെ രണ്ട് ചിറകുകളും ഒരുപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്? അതാണ് സംഭവം. ഒരു രൂപത്തിന് സിമെട്രി ഉണ്ടോയെന്നറിയാൻ ഒരു എളുപ്പപ്പണിയുണ്ട്. അതിനെ ദ ഫോൾഡിംഗ് ടെസ്റ്റ് എന്ന് പറയും. ഒരു കടലാസിൽ ഒരു രൂപം വരച്ച് അതിനെ നടുക്ക് വെച്ചൊന്ന് മടക്കി നോക്കൂ. രണ്ട് ഭാഗവും ഒന്നിനു മുകളിലൊന്നായി ഒരു മാറ്റവുമില്ലാതെ കൃത്യമായി ചേരുന്നുണ്ടെങ്കിൽ ആ രൂപം സിമെട്രിക്കലാണ്. ചിത്രശലഭവും എ എന്ന അക്ഷരവും ഈ ടെസ്റ്റിൽ ജയിക്കും. അപ്പോൾ നോക്കൂ, നിങ്ങളിപ്പോൾ ജ്യാമിതി എന്ന ഈ രഹസ്യ കോഡിന്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ലൈൻസ്, ആംഗിൾസ് മുതൽ 3D രൂപങ്ങളും സിമ്മട്രിയും വരെ ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഇനി നിങ്ങളുടെ ഊഴമാണ്. ഇന്ന് നിങ്ങൾ പുറത്തേക്കിറങ്ങുമ്പോഴോ വീട്ടിലിരിക്കുമ്പോഴോ ഒന്ന് ചുറ്റും നോക്കണം. എന്തൊക്കെ രൂപങ്ങളാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങൾ പ്ലേറ്റിലെ സർക്കിൾ, വാതിലിലെ ക്വാഡ്രിലാറ്ററൽ, ഒരു പൂവിതളിലെ സിമ്മട്രി, കണക്ക് നമ്മുടെയെല്ലാം ചുറ്റുമുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കണമെന്ന് മാത്രം. അപ്പോൾ അടുത്ത തവണ കാണുന്നതുവരെ ഹാപ്പി ഷേപ്പ് ഹണ്ടിങ്!